നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കേരളത്തിൽ BSc നഴ്സിംഗ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ നിർബന്ധമാക്കി. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് എൻട്രൻസ് പരീക്ഷ ഉണ്ടാകുമോ എന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ല. BSc നഴ്സിംഗിന്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ തീരുമാനത്തിൽ വന്നിരിക്കുന്നത്. ജൂൺ മാസം 15-ാം തീയതിക്കകം എൻട്രൻസ് എക്സാം നടത്തണമെന്നാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അറിയിപ്പ്. പരീക്ഷാ നടത്തിപ്പ് ആരെ ഏൽപ്പിക്കണമെന്ന കാര്യം തീരുമാനമായിട്ടില്ല. ദേശീയ നഴ്സിംഗ് കൗൺസിലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കേരളത്തിൽ എൻട്രൻസ് പരീക്ഷ നിർബന്ധമാക്കിയത്. 2023 എൻട്രൻസ് പരീക്ഷ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നടത്തണമെന്ന് ദേശീയ നഴ്സിംഗ് കൗൺസിൽ നിർദ്ദേശം നൽകിയിരുന്നു. എങ്കിലും പ്രവേശന നടപടികൾ നീണ്ടതിനാൽ നിർദ്ദേശം നടപ്പിലാക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ വർഷം +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നടന്നത്. കഴിഞ്ഞ വർഷം ചില സംസ്ഥാനങ്ങൾ എൻട്രൻസ് പരീക്ഷ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ദേശീയ നഴ്സിംഗ് കൗൺസിൽ വീണ്ടും നിർദ്ദേശം അവതരിപ്പിച്ചതിനാൽ കേരളം ഈ വർഷം എൻട്രൻസ് പരീക്ഷ നടത്തിയാണ് BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നടത്തുന്നത്. എൻട്രൻസ് പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടിക തയ്യാറാക്കി സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ചാകും ഇനിയുള്ള BSc നഴ്സിംഗിന്റെ പ്രവേശനം. എൻട്രൻസ് പരീക്ഷ നടത്താതെ കോഴ്സുകൾ നടത്തിയാൽ വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ നൽകില്ല എന്ന് നഴ്സിംഗ് കൗൺസിൽ അറിയിച്ചിരുന്നു. ഇതോടെ ഈ വർഷം മുതൽ കേരളത്തിലും BSc നഴ്സിംഗ് പ്രവേശനത്തിന് എൻട്രൻസ് എക്സാം നടത്താൻ തീരുമാനമായി. നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകൾക്ക് വാല്യൂ ഉണ്ടാകില്ല. ഏത് ഏജൻസി വഴിയാണ് പ്രവേശന പരീക്ഷ നടത്തുക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. എൻട്രൻസ് കമ്മീഷണറെയോ LBSനെയോ ഏൽപ്പിക്കാനാണ് സാധ്യത. പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനുകളും ഈ എൻട്രൻസ് എക്സാം അടിസ്ഥാനത്തിൽ ആയിരിക്കും അഡ്മിഷൻ നടത്തുന്നത്. ജൂൺ 15-ാം തീയതിക്കകം എൻട്രൻസ് എക്സാം നടത്തണമെന്നാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അറിയിപ്പ്. ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെയും എല്ലാം അഡ്മിഷൻ എൻട്രൻസ് എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും. എൻട്രൻസ് എക്സാമിന്റെ ഡേറ്റ് തീരുമാനമായിട്ടില്ല. അതുപോലെ തന്നെ സിലബസ് ഏതാണെന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ഇപ്പോൾ +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകളാകും ഉണ്ടാകുക. കേരളത്തിൽ BSc നഴ്സിംഗിന്റെ അഡ്മിഷന് നീറ്റ് എക്സാം വേണമെന്ന് പറഞ്ഞിട്ടില്ല. എങ്കിലും കേരളത്തിന് വെളിയിൽ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നീറ്റ് എക്സാമിന്റെ അടിസ്ഥാനത്തിലും BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ +2ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന +2ലെ എക്സാം എഴുതുന്ന കുട്ടികൾ തീർച്ചയായും നീറ്റ് എക്സാമും അപ്ലൈ ചെയ്ത് അത് എഴുതണം. മാർച്ച് 9-ാം തീയതി വരെ നീറ്റ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. 2024 BSc നഴ്സിംഗ് പഠിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും നീറ്റ് എക്സാം എഴുതണം. ഏതെങ്കിലും ഒരു കാരണത്താൽ BSc നഴ്സിംഗിന് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാതെ വരുമ്പോൾ കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആകണമെന്ന് ചില സംസ്ഥാനങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ മാർച്ച് 9-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യുവാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ നീറ്റ് എക്സാം കൂടി അപ്ലൈ ചെയ്യണം. നീറ്റ് എക്സാം അപ്ലൈ ചെയ്താൽ മാത്രമല്ല എക്സാം എഴുതുകയും ചെയ്യണം. കേരളത്തിൽ BSc നഴ്സിംഗിന്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടി ഇപ്പോൾ മുതൽ +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ടൈപ്പിൽ പഠിച്ചു തുടങ്ങുക. കേരളത്തിലെ എൻട്രൻസ് എക്സാമിന്റെ സിലബസ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കാം. പാരാമെഡിക്കൽ കോഴ്സുകളുടെ അഡ്മിഷന് എൻട്രൻസ് എക്സാം ഉണ്ടാകുമോ എന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ല. പുതിയ വിവരങ്ങൾ അറിയുന്നതനുസരിച്ച് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.